ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. ബാരിക്കേഡുകൾ തകർക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. 50 ലക്ഷം രൂപ കൂറുമാറുന്നതിന് മുസ്ലിം ലീഗ് സ്വതന്ത്രന് CPIM വാഗ്ദാനം ചെയ്തിരുന്നു എന്ന ആരോപണത്തിലാണ് ഇപ്പോൾ ഈ മാർച്ച്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തുടർന്ന് CPIM നേതാവാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. വിവരങ്ങളുമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തു നിന്നും സൂരജ് സജി ചേരുന്നു. സൂരജ് സജി, ജലപീരങ്കി പ്രയോഗിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ് കുമാർ, ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ സമരത്തിലേക്ക് കോൺഗ്രസ് പോയിരിക്കുന്നു. പോലീസ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് ഈ ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഈ മാർച്ച് തടഞ്ഞത്. പക്ഷേ ആ ബാരിക്കേഡ് അടക്കം തകർത്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഇപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മുന്നേറാൻ ശ്രമിച്ചത്. ഇതോടുകൂടിയാണ് തീർത്തും അക്രമാസക്തമാകുന്ന നിലയിലേക്ക് മാർച്ച് മാറിയിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാനവാസിനെതിരെ പോലും പോലീസിന്റെ ജലപീരങ്കി പ്രയോഗിക്കുന്നത് കാണാം. നിരവധി പ്രവർത്തകർ ഇതിന്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ജയിക്കാൻ കഴിയാവുന്ന ഒരു സീറ്റായിരുന്നു ഈ വടക്കാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന. കാരണം 7-7 അവിടെ ഒരു ടോസിലേക്ക്, നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കരുതിയിരിക്കുകയാണ്. ഇടത് സ്വതന്ത്രനെ ലീഗിന്റെ സ്വതന്ത്രനെ ഒപ്പം കൂട്ടിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ലീഗ് സ്വതന്ത്രനെ കോഴ നൽകിക്കൊണ്ടുള്ള ഒരു അട്ടിമറിയും LDFന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ശരിവെക്കുന്ന ശബ്ദരേഖയാണ് ഇന്നലെ പുറത്തു വന്നത്. അതോടുകൂടി വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുകയായിരുന്നു. അവർ പറഞ്ഞിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം LDF രാജിവെക്കുന്നത് വരെ ശക്തമായ സമരം തുടരും, സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുകയില്ല എന്നുള്ളതായിരുന്നു അവർ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ മാർച്ച് അടക്കം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയതെങ്കിൽ ഇന്ന് സമരമുഖത്തേക്ക് കോൺഗ്രസ് തന്നെ ഇറങ്ങുന്ന സാഹചര്യമാണുള്ള. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഈ സമരം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ അവരാരും തന്നെ പിന്മാറുന്നില്ല. ലീഗിനെ സംബന്ധിച്ചും കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചും അവരുടെ ഒപ്പം നിന്ന ഒരാൾ ജാഫർ മാഷ് ഇവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ട ഒരാളാണ്. ഒരു കാരണവശാലും EU ജാഫറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചതി ഉണ്ടാകുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ LDFന് വേണ്ടി EU ജാഫർ വോട്ട് ചെയ്തത് മുതൽ തന്നെ ഇതൊരു വൈകാരിക വിഷയമായി തന്നെയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ലീഗ് പ്രവർത്തകരും എല്ലാം ഏറ്റെടുത്തിട്ടുള്ള. അത് ഈ സമരമുഖത്തും കാണാൻ കഴിയുന്നുണ്ട്. ഒരു തരത്തിലും അവർ പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ സമരമുഖത്ത് നിന്ന് പിന്തിരിയാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. ജലപീരങ്കിക്ക് നേരെ പോലീസിന്റെ ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് തന്നെ ജലപീരങ്കിയെ തടുക്കാനുള്ള ശ്രമമടക്കം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്കാണ് ഈ മാർച്ച് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവർ പറയുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് തങ്ങൾ കയറും, അതിൽ നിന്ന് പിന്തിരിയില്ല എന്നുള്ളതാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രനേഡ് അടക്കമുള്ള സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോയേക്കുമെന്ന ഒരു റിപ്പോർട്ടുകൾ പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നത് നിർത്തിയിരിക്കുന്നതോടുകൂടി പ്രവർത്തകർ സംഘടിച്ചത് വീണ്ടും പോലീസിന് നേരെ തിരിയുകയാണ്. സ്വാഭാവികമായും പോലീസ് പറയുന്നത് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്, പിന്തിരിഞ്ഞില്ലെങ്കിൽ ഗ്രനേഡ് അടക്കം പ്രയോഗിക്കുമെന്ന് നേതാക്കളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ കാണുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന PA ഷാനവാസ് ആണ്. PA ഷാനവാസ് ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ ബാരിക്കേഡ് മറികടന്ന പഞ്ചായത്തിനടുത്തേക്ക് സമരം നീങ്ങുകയാണെങ്കിൽ പോലീസ് ലാത്തി പ്രയോഗിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ ശാന്തരാക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിന്തിരിയുന്നില്ല. ഇപ്പോൾ ഈ പ്രധാന പാതയാണ് തൃശൂർ ഷൊർണൂർ പാതയിൽ റോഡ് പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ട് റോഡിന് നടുവിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന തരത്തിലേക്ക് ഈ സമരം മാറുന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കമുള്ളവർ ഈ സമരമുഖത്തുണ്ട്. MP വിൻസെന്റ് ഉണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കൾ അടക്കം പങ്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം മുന്നോട്ട് പോകുന്നത്. പ്രവർത്തകരെ ഈ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ ചെറിയ അയവ് വരുന്നു. റോഡിന് നടുവിലേക്ക് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന നടപടികളിലേക്ക് നീങ്ങുകയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ദിലീപ് കുമാർ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് കൂറുമാറുന്നതിന് 1/2 കോടി രൂപ കോഴ വാഗ്ദാനം ചെയ്തിരുന്നെന്ന
വെളിപ്പെടുത്തലാണ് പിന്നീട് വിവാദത്തിലേക്ക് കലാശിച്ചത്. ഈ ലീഗ് സ്വതന്ത്രനായിരുന്ന EU ജാഫറാണ് ശബ്ദരേഖ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മുസ്തഫയ്ക്ക് അയച്ചു കൊടുത്തിരുന്നത്. പിന്നാലെ വോട്ടെടുപ്പ് നടന്നപ്പോൾ EU ജാഫർ ഈ വോട്ട് LDFന് അനുകൂലമായി ചെയ്തു. 2010 ശേഷം 2025 2010 മുതൽ LDF ആണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 11-ൽ 13 സീറ്റും LDF ആണ് നേടിയിരുന്നത്. ഇത്തവണ ഇരു മുന്നണികൾക്കും 7 സീറ്റുകൾ വീതമാണ് ലഭിച്ചത്. അതിലാണ് ലീഗ് സ്വതന്ത്രൻ EU ജാഫറിൻ്റെ വോട്ട് നിർണായകമായത്. EU ജാഫർ LDFന് വോട്ട് നൽകിയതിന് ശേഷം തൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം CPIM രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജീനി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.